ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് കാർ ഡ്രൈവിങ്ങിലെ ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം, ഒരു സന്ദർഭത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ വാഹനം ഒരിടത്ത് പാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി വീടിൻ്റെ മുന്നിലായിട്ട് പാർക്ക് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു വണ്ടി എങ്ങനെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭം നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി നിലവിൽ ഇവിടുന്ന് റിവേഴ്സ് ഇറങ്ങി ഇങ്ങോട്ട് വണ്ടിയുടെ ബാക്ക് സൈഡ് പോയെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി ഇങ്ങോട്ട് നമുക്ക് തിരിച്ചു പോകാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എങ്ങനെ നമ്മുടെ വണ്ടി റിവേഴ്സ് ഇറങ്ങാമെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വണ്ടി കിടക്കുന്ന ആ ഒരു പൊസിഷനൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കുക. ഇനി വണ്ടി നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ ഈ വണ്ടി ഇവിടുന്ന് റിവേഴ്സ് എടുക്കുമ്പോൾ ചലഞ്ചിങ് ആയിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. നിങ്ങളെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അതിൽ ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഒരു മതിൽ, അവിടെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് തട്ടാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെയും ഒരു മതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൂടെ വേണം നമ്മുടെ വണ്ടി ബാക്ക് സൈഡിലേക്ക് ഇറങ്ങാനായിട്ട്. ഇറങ്ങി വരുന്ന സമയത്ത് നമുക്കിത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഒരു കാറും കിടപ്പുണ്ട്. അങ്ങോട്ട് നമ്മുടെ വണ്ടി പോകാൻ പാടില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ റിവേഴ്സ് ഇറങ്ങി ഇങ്ങോട്ട് വരണം. അതിനുശേഷം നേരെ മുന്നോട്ട് പോകാനായിട്ടാണ് നോക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വണ്ടി റിവേഴ്സ് എടുത്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുകയാണ്. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ വീഡിയോ തുടങ്ങിയ സമയത്ത് കാണിച്ചായിരുന്നു വെളിയിലുള്ള ഒബ്ജക്റ്റുകൾ. അതൊന്നും നമുക്ക് ഇതേ വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് ഒരു ക്ലിയർ വ്യൂ ഇല്ല. വണ്ടി ഇങ്ങനെ മൊത്തത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. അതായത് ഈ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ഒരു ഫീലാണ് തോന്നുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഏത് വശത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി തിരിഞ്ഞിറങ്ങാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിനെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഇവിടുന്ന് വണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ സൈഡിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് തിരിഞ്ഞിങ്ങോട്ട് പോകാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് റിവേഴ്സ് എടുത്ത് നോക്കാം. ഓക്കെ, ഞാനതിന് എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ആയിട്ട് വരുന്നു. ഞാനിത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ട് റിവേഴ്സ് ഗിയറിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർക്കുന്നു, താഴോട്ടിടുന്നു, റിവേഴ്സ് ഗിയറിലേക്ക് ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ജസ്റ്റ് ഞാനിപ്പോൾ ബ്രേക്ക് നയിച്ചാൽ തന്നെ വണ്ടി ബാക്കിലേക്ക് റോളാകും. കാരണം ചെറിയൊരു സ്ലോപ്പോട് കൂടിയ ഒരു ഭാഗത്താണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് കിടക്കുന്നത്. വീടിൻ്റെ മുറ്റത്താണെങ്കിൽ പോലും ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ കൺട്രോളിംഗ് ആണ്. അതായത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് വണ്ടി ബാക്കിലേക്ക് റോളാകാൻ പാടില്ല. അത് നമ്മൾ കൃത്യമായിട്ടും വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് പരമാവധി കുറച്ചുകൊണ്ട് ബാക്കിലേക്ക് എടുക്കുക. ഒരുപാട് ബാക്കിലേക്ക് റോളായി പോയാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിന് ബാക്കിലേക്ക് വണ്ടി പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ടും ഉണ്ടാകും. അപ്പോൾ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ ശരിയായ രീതിയിൽ ശ്രദ്ധയോടെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എടുക്കുന്ന സമയത്ത് ഇത് ഈ ഒരു ഭാഗത്താണ് ആ മതിലുള്ളത്. നിങ്ങൾ നോക്കുക, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് ഈ മതിലുമായിട്ട് നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സ്റ്റിയറിംഗ് ജസ്റ്റ് ഒന്ന് നേരെയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്കിൽ നിന്ന് അയക്കുമ്പോൾ തന്നെ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ട്, ഈ ഒരു സൈഡിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് നേരെയാക്കി കൊടുക്കുന്നു. അതായത് ഇടത്തോ വലത്തോ ആണെങ്കിൽ സ്റ്റിയറിംഗ് നിങ്ങൾ ആദ്യം ഒന്ന് നേരെയാക്കി കൊടുക്കുക. അതെ, സ്റ്റിയറിംഗ് നേരെയാക്കുന്നു. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു. റൈറ്റ് സൈഡിലെ മിറർ നോക്കിയിട്ട് വണ്ടി ബാക്കിലേക്ക് എടുക്കുകയാണ്. ഓക്കെ, നേരെ ബാക്കിലേക്ക് എടുക്കുന്നു. ഒപ്പം തന്നെ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നു. ഈ ലെഫ്റ്റ് സൈഡിന് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു മതിലുള്ളത്. അപ്പോൾ അവിടെ തട്ടുന്നില്ല, നേരെ ബാക്കിലേക്ക് ഇറങ്ങുകയാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വശം ദേ ആ മതിൽ കഴിഞ്ഞ് കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങി. ഇപ്പോൾ തട്ടത്തില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് നിങ്ങൾ നോക്കുക, ഈ ഒരു എ പില്ലറും കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലാണ് ഇപ്പോൾ ആ മതിലുള്ളത്. അപ്പം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ബോണറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിനോട് ഏകദേശം അടുത്താണ് ഇപ്പോൾ മതിലുള്ളത്. പക്ഷെങ്കിൽ ഒരു സ്പേസും ഉണ്ട്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാനായിട്ടാണ് ഈ എ പില്ലർ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എ പില്ലറിൻ്റെ മുന്നിലായിട്ടാണ് ആ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് ഒടിച്ചു തുടങ്ങിയാൽ പോലും നമ്മുടെ വണ്ടിയുടെ ഈ സൈഡ് ആ മതിലിലേക്ക് തട്ടത്തില്ല. ഓക്കെ, പക്ഷെങ്കിൽ ഈ എ പില്ലറിൻ്റെ ഇവിടെയാണ് ആ മതിലുള്ളതെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കിപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് വലത്തെ സൈഡിലേക്കാണ് പോകുന്നത്. അപ്പം നേരത്തെ നമ്മൾ ഓടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ
ഈ ഒരു ഭാഗത്താണ് മതിലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സൈഡ് ഇവിടെ തട്ടും. പക്ഷേങ്കിൽ എ പില്ലർ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ നമ്മൾ ബാക്കിലേക്ക് ഇറങ്ങി വന്ന് എ പില്ലറിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് സൈഡിലുള്ള ഒബ്ജക്റ്റ് ഉള്ളതെങ്കിൽ നമ്മളിപ്പോൾ ഓടിച്ചു കഴിഞ്ഞാലും വണ്ടി തട്ടത്തില്ല. അതാണ് ഇതിനകത്തുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ലെഫ്റ്റ് സൈഡ് നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് നിങ്ങൾ നോക്കുക, വലത്തേ സൈഡിലേക്ക് ഓടിക്കണം. അതിന് ഞാൻ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത്തേ സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുന്നു. റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുക, ഈ സൈഡിൽ നിന്ന് വണ്ടികൾ വല്ലതും വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് തിരിഞ്ഞു നോക്കുക. ഇപ്പോൾ ഞാൻ ക്ലച്ചിലും ബ്രേക്കിലും ചവിട്ടിയിട്ടുണ്ട്, സ്ലോപ്പാണ്. ജസ്റ്റ് ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് ബ്രേക്കിൽ നിന്ന് ഒന്ന് അയച്ചു കൊടുക്കുക. ദേ അയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു, ഈ സൈഡിലുള്ള ഒബ്ജക്റ്റിലൊന്നും തട്ടാതെ ദേ റോഡിലേക്ക് ഇറങ്ങുകയാണ്. കണ്ടോ, അവിടെയും തട്ടിയിട്ടില്ല. ഇനി നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ വണ്ടി ബാക്ക് സൈഡിലേക്ക് പോകണം. അതിനെന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നു. ഇപ്പോൾ റോഡിലേക്ക് നമ്മൾ ഇറങ്ങി. ഓക്കെ, ഇപ്പോൾ ബ്രേക്കിൽ നിന്ന് എടുത്തു, റോഡിലേക്ക് ഇറങ്ങി. ഇനി നമുക്ക് വണ്ടി ബാക്കിലേക്ക് എടുക്കണം. ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് അയച്ചിട്ട് ഹാഫ് ക്ലച്ച് പോയിന്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമുക്കിത് വലത്തെ സൈഡിലേക്കാണല്ലോ സ്റ്റിയറിംഗ് തിരിച്ചു പിടിച്ചേക്കുന്നത്. ദേ നമ്മുടെ വണ്ടി ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങി വരും. ഇപ്പോൾ നിങ്ങൾ നോക്കിയ വണ്ടി ക്ലിയർ ആയിട്ട് വന്നു. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ശേഷം ഞാൻ സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തിട്ട് ദേ വണ്ടി ഇങ്ങനെ എടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഇത്ര ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കൊരു വണ്ടി വലത്തെ സൈഡിലേക്ക് ഇറങ്ങാനായിട്ട് കഴിയും. അപ്പോൾ അതിന് നിങ്ങൾ പ്രധാനമായിട്ടും പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മൾ ആ സിറ്റുവേഷനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ എടുക്കാമെന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡ് നമുക്ക് എപ്പോഴും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാം. ഫ്രണ്ട് കാണാം, ഈ സൈഡ് കാണാം, ബാക്ക് സൈഡും കാണാം. പക്ഷേ ലെഫ്റ്റ് സൈഡാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ എപ്പോഴും ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എ പില്ലറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് സൈഡിലുള്ള ഒബ്ജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി സൈഡിൽ തട്ടത്തില്ല. ഇപ്പം നിങ്ങളെ ഞാൻ അതൊന്ന് കാണിച്ചു തരും. ഇപ്പം തന്നെ ഇവിടെ നോക്കുക, എൻ്റെ വണ്ടി ഇങ്ങോട്ടൊന്ന് കയറണമെന്ന് കരുതുക. ഇത് ഇവിടെ സൈഡിൽ ചെറിയൊരു ഒബ്ജക്റ്റ് ഉണ്ട്, നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ ആ ഒബ്ജക്റ്റിൽ നമുക്ക് തട്ടുവോ തട്ടാതിരിക്കുമോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഈ എ പില്ലറിനോട് ചേർന്ന് ആ ഒബ്ജക്റ്റ് വരിക. ദേ എ പില്ലറിനോട് ചേർന്ന് ഇത് ഈ ഒബ്ജക്റ്റ് വന്നു. എന്നിട്ട് നമ്മളിത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി തട്ടാതെ ഇങ്ങനെ കയറും. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കയറി, ഇനി റിവേഴ്സ് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്കിത് ഈ സൈഡിൽ നമ്മുടെ വണ്ടി തട്ടാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എ പില്ലർ വെച്ച് ഇവിടെ തട്ടാതിരിക്കാനായിട്ടുള്ള ട്രിക്കാണ് പറയുന്നത്. ഇവിടുന്ന് ഞാൻ ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി തിരിഞ്ഞു വരുന്ന സമയത്ത് ഈ സൈഡിലേക്ക് ഉരയും. അപ്പോൾ അത് തട്ടാതിരിക്കാനായിട്ട് ജസ്റ്റ് നമ്മൾ റിവേഴ്സ് ഇറങ്ങി വരുന്നു. റിവേഴ്സ് ഇറങ്ങി ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നു. അതിനുശേഷം ഇതേ സൈഡിലുള്ള ഒബ്ജക്റ്റ് ഇത് ഇവിടെയാണ്. ഈ എ പില്ലറിനോട് ചേർന്ന ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് ഇങ്ങനെ വലത്തേ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഭാഗം, അതായത് ഈ ഫ്രണ്ട് എ പില്ലറും കഴിഞ്ഞ് ആ ബോണറ്റിൻ്റെ ആ ഭാഗം ഇവിടെ തട്ടത്തില്ല. നിങ്ങൾ നോക്കിയേ, ആ ഒരു സൈഡ് അവിടുന്ന് മാറുകയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ അവിടുന്ന് ഇങ്ങനെ മാറും. ദേ കണ്ടോ, ഇങ്ങനെ മാറി വരുമ്പോൾ നമ്മുടെ വണ്ടി സൈഡിൽ തട്ടത്തില്ല. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ മിറർ, റൈറ്റ് സൈഡിലെ മിറർ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്ക് സെൻറ്റർ മിററും കൂടെ നോക്കിക്കൊണ്ട് ഈ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു വണ്ടി വലത്തെ സൈഡിലേക്ക് ഈസി ആയിട്ട് തിരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.